അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ട്രഡീഷണൽ ഫുഡും ആയിട്ടാണ്. ഇതിൻ്റെ പേര് ബലാലിത്താണ്. പേര് കേട്ട് ആരും പേടിക്കണ്ട, കാരണം ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ സേമിയ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അറബികൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. ചെറിയ ഒരു ഉപ്പും മധുരമൊക്കെ കൂടിയുള്ളൊരു നല്ലൊരു ഐറ്റം. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ സേമിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1/3 ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, കാരണം അതിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറും കൂടി ആകുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം വലിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ ഏകദേശം ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള സേമിയ കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് എൻ്റെ 1 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് അടിഞ്ഞു പോകരുത്. നമ്മുടെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ സേമിയ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ആ ഒരു പാകത്തിനുള്ള വേവായിട്ടുണ്ടാവും. അപ്പോൾ സേമിയ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വെക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഇഷ്ടമല്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മെൽട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സേമിയ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിന് സാധാരണ ശരിക്കും ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ സാഫ്രൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മുട്ട റെഡിയാക്കാം. അതും ഓപ്ഷണൽ മാത്രമാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 1/2 ടീസ്പൂൺ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ മുട്ടയാണ് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സാധാരണ ഓംലെറ്റ് പോലെയാണ് ഇഷ്ടമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയതിന് ശേഷം മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സാധാരണ ഇതൊക്കെ ഇതിൽ ചേർക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. മുട്ടയും കൂടി നമുക്ക് സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് വെക്കാം. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.